കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ കോൺഗ്രസ് വിമതനായി മത്സരിക്കുമെന്ന് പി.കെ. രാഗേഷ്. ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ പേരിലാണ് രാഗേഷ് മത്സരിക്കുക. കെ. സുധാകരന്റെ ഏകാധിപത്യ നിലപാടുകൾക്ക് മുഖ്യമന്ത്രിയും കെ.പി.സി.സിയും വഴങ്ങിയെന്ന് പി.കെ. രാഗേഷ് ആരോപിച്ചു. കോൺഗ്രസിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുയർത്തിയ ആവശ്യങ്ങൾക്ക് പരിഹാരമില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് പി.കെ. രാഗേഷ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി നടത്തിയ ചർച്ചയിൽ 4 ദിവസത്തിനകം പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയതാണ്. എന്നാൽ 4 മാസമായിട്ടും ആവശ്യങ്ങൾ നടപ്പായില്ല. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതിന് പിന്നിൽ കെ. സുധാകരനും കെ.എം. ഷാജിയുമാണെന്ന് പി.കെ. രാഗേഷ് പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച ശേഷം ഇതിനെ അട്ടിമറിച്ചത് കണ്ണൂരിലെ കേസുമാരായ കെ. സുരേന്ദ്രനും സുധാകരനാണോ അല്ല കെ.എം. ഷാജിയാണോ എന്ന് ജനം തിരിച്ചറിയണമെന്നാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലുടൻ അഴീക്കോട് പരസ്യ പ്രചാരണം ആരംഭിക്കും. കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ 3 ദിവസത്തിനകം തീരുമാനിക്കുമെന്നും കെ. സുധാകരന്റെ ഏകാധിപത്യ നിലപാടിന് കെ.പി.സി.സി വഴങ്ങുകയാണെന്നും രാഗേഷ് ആരോപിച്ചു. കണ്ണൂരിൽ നടപ്പാക്കിയ ഏകാധിപത്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കെ. സുധാകരൻ അടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കേരളം മുഴുവൻ ഈ രീതിയിലുള്ള ഏകാധിപത്യ നയം നടപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കെ.പി.സി.സി പ്രസിഡന്റും കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ കെ. സുധാകരന് വഴങ്ങി നിൽക്കുകയാണ് എന്നാണ് എനിക്ക്. ജില്ലകളിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകളോട് എതിർപ്പുള്ളവരെ പങ്കെടുപ്പിച്ച് സംസ്ഥാന തലത്തിൽ കൂട്ടായ്മ രൂപീകരിക്കുമെന്നും രാഗേഷ് പറഞ്ഞു. റിപ്പോർട്ടർ, കണ്ണൂർ.